ഇപ്പോൾ കാണുന്നത് ആരും കാര്യമാക്കണ്ട. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വളരെ എളുപ്പത്തിൽ തന്നെ തീരുമാനിക്കും. ഹൈക്കമാൻഡ് അതിനുള്ള പണിയെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതായത് അധികാരം ലഭിച്ചാൽ ഇനി എത്ര തമ്മിലടിച്ചാലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഇവിടെ കണ്ടെത്തേണ്ടി വരും. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്ക് അത് അവകാശപ്പെട്ടതുമാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞാൽ കഷ്ടിച്ച് ഒരാഴ്ചയെല്ലാം കാത്തിരിക്കും ജനങ്ങൾ. അതും കഴിഞ്ഞ് ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ടുപോയാൽ നാണക്കേട് ഹൈക്കമാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന AICCക്ക് തന്നെയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോരാട്ടം തുടങ്ങിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ ഹൈക്കമാൻഡ് ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ എടുത്തിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. കാരണം ഒന്ന്, എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDF ജയിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. മറ്റൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആരെയും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയേണ്ടുന്ന ഒരു ഘടകകക്ഷി ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അതിലെ അപകടം ഹൈക്കമാൻഡ് തിരിച്ചറിയുകയാണ്. കോൺഗ്രസിൻ്റെ അസ്തിത്വം പണയപ്പെടുത്തിയുള്ള ഒരു ഭരണത്തിന് നിന്നുകൊടുക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചന ഹൈക്കമാൻഡ് അവിടെ സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി കസേര തർക്കത്തിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലുള്ള നേതാക്കൾ ഇനി എത്ര തമ്മിൽ മത്സരിച്ചാലും അവസാനം ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അത് ഹൈക്കമാൻഡ് തന്നെയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ലീഗ് അധ്യക്ഷൻ നടത്തിയ ചില പ്രസ്താവനകളും അഭിപ്രായവും VD സതീശനാണ് മുഖ്യമന്ത്രിക്ക് യോഗ്യൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നൽകി അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതോടെ ഹൈക്കമാൻഡ് ഒന്ന് ഉണർന്നു എന്ന് തന്നെ പറയാം. കർശനമായ നിർദ്ദേശം ഒന്നുകൂടി നൽകി. അതുകൊണ്ട് തന്നെ ആദ്യ നടപടി എന്നോണം AICC സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന് വേണ്ടി ചിത്രീകരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി പോലും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഇനി മിണ്ടിയാൽ അയോഗ്യതയായി കണക്കാക്കുമെന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. ഒരക്ഷരം ഒരു നേതാവും ഇനി മിണ്ടില്ല. ഇതെങ്ങനെ രമ്യമായി പരിഹരിക്കണമെന്നും എങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്നും ഹൈക്കമാൻഡിന് അറിയാം എന്ന ശക്തമായ നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുപ്രകാരം ഒരു നേതാവ് മുഖ്യമന്ത്രിയാകാൻ മോഹമുണ്ടെങ്കിൽ തന്നെ മനസ്സിൽ വെച്ചോണം, 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അധികാരം കിട്ടുകയാണെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരായി പ്രധാനപ്പെട്ട 2-3 നേതാക്കളെ ഇവിടത്തേക്ക് അയക്കും. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് വന്നിട്ടുള്ള 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് എല്ലാവർക്കും അറിയാം. 3 നേതാക്കളും പ്രഗത്ഭരാണ്. പാർട്ടിയിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ളവരാണ്. KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും. അതുകൊണ്ട് അതിൽ നിന്ന് ഒരാളെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഹൈക്കമാൻഡ് പ്രതിനിധികളെയും അത് കുഴപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ രീതിയിലേക്ക് പോകും കാര്യങ്ങളെന്നാണ് AICC നൽകിയിരിക്കുന്ന സൂചന. അതായത് നിയമസഭയിലെ സ്വാഭാവിക കീഴ്വഴക്കം എന്ന രീതിയിൽ ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ നേതൃത്വത്തിൽ പാർലമെന്ററി പാർട്ടി വിളിക്കും. അതിൽ ജയിച്ചു വന്ന എല്ലാ കോൺഗ്രസ് MLA-മാരും പങ്കെടുക്കേണ്ടി വരും. അവർക്കിടയിൽ രഹസ്യ ബാലറ്റ് പ്രകാരം വോട്ടെടുപ്പ് നടക്കും. അതിലേറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ പാർട്ടിക്കുള്ളിലായാലും ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന മുഖ്യമന്ത്രി വലിയ ശക്തനായി തന്നെ നിലകൊള്ളും. കാരണം കെട്ടിയിറക്കി വന്നവനെന്നോ കുതികാൽ വെട്ടി വന്നവനെന്നോ ഉള്ള പേര് ആ പേരുദോഷം ഉണ്ടാകില്ല. മാത്രമല്ല, ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങാത്ത ഒരാളെ മുഖ്യമന്ത്രിയായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും വലിയ തലവേദനയാകും ഇവിടത്തെ മുഖ്യമന്ത്രി പദം എന്ന് തോന്നിച്ചെടുത്ത് നിന്ന് വളരെ സിമ്പിളായി അവസാനിക്കുമെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ശക്തമായ ചില തീരുമാനങ്ങളിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എളുപ്പത്തിൽ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് പദ്ധതിയിടുന്നതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ കൂടി വന്നതോടെ തീരുമാനത്തിന് വേഗത കൂടി എന്ന് തന്നെ പറയാം.